നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കുംഭൻ രാശിക്ക്, അതായത് കുംഭൻ രാശി മാത്രമല്ല കുംഭൻ ലഗ്നത്തിനും, കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. ഇവർക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, അതായത് ജൂൺ 2-ന് 2026 ജൂൺ 2-ന് വ്യാഴം പ്രതികൂലമായിട്ട് മാറുന്നു. പക്ഷേ അതിന് തൊട്ട് മുമ്പ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2026 മെയ് 11-ന് ഉച്ചയ്ക്ക് 12:40 PM മുതൽ ഈ ജൂൺ 2-ന് വ്യാഴം മാറുന്നവരെ നിങ്ങൾക്ക് സുവർണ അവസരമാണ്. കാരണം അതിനുശേഷം ഏകദേശം 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ശനിയും വ്യാഴവും രാഹുവും കേതുവും ഒക്കെ പ്രതികൂലമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഇതാണ്, ഈ മെയ് 11-ന് ഉച്ചയ്ക്ക് 12:40 PM ശേഷം കുറച്ച് നാളത്തേക്ക്, അതായത് കൂടുതൽ കാലമൊന്നുമില്ല, അതായത് ഒരു 3 ആഴ്ച നമുക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇനി കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചൊവ്വ ഇവിടെ അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ അത് ഒരു അവസരമായിട്ട് നിങ്ങൾ കാണുക. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ സംവിധാനം ഉണ്ടെങ്കിൽ ദയവേത് ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ അത് ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഞാനത് മറുപടി പറയാം നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക്. കുംഭം രാശിക്കാർക്കും കുംഭം ലഗ്നക്കാർക്കും ആണ് ഈ ഫലം വരുന്നത്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് ജൂൺ 2 വരെ, മെയ് 11 തൊട്ട് ജൂൺ 2 വരെ വ്യാഴം അനുകൂലമാണ്, ശുക്രൻ അനുകൂലമാണ്, സൂര്യൻ അനുകൂലമാണ്, ചൊവ്വയും അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലയളവ്, അതായത് ഒരു 21 ദിവസം നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ജൂൺ 2-ന് മുമ്പ് മെയ് 11 മുതലുള്ള ആ കാലയളവിൽ 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, വേറെയും വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കുംഭൻ രാശിക്ക് ജൂൺ 2 തൊട്ട് ഇവിടെ മോശം സമയമാണ്, ഏകദേശം ഒരു വർഷക്കാലം. കാരണം ശനി, വ്യാഴം, രാഹു, കേതു, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ കാലയളവ് വ്യാഴമാണ്. ഡിസംബർ 5-ാം തീയതി രാഹു രാശി മാറുന്നെങ്കിലും അതും നിങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ്. 12-ാം ഭാവത്തിലേക്ക്, നഷ്ടസ്ഥാനത്തേക്കാണ് രാഹു മാറുന്നത്. അപ്പോൾ അത് പിന്നെയും ഇതായിട്ട് തുടരും. അതുപോലെ തന്നെ ഏകദേശം ഒരു 1.25 വർഷം കൂടി നമുക്ക് ഈ 7 ശനി തുടരും. അതിനുശേഷം നിങ്ങൾക്ക് നേട്ടമാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 1 വർഷം നിങ്ങൾക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത, എന്നാൽ അത്യാവശ്യം ദുരിതങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാലയളവാണ് ജൂൺ 2 മുതൽ. അപ്പോൾ അതിനു മുമ്പ് കിട്ടുന്ന സുവർണ അവസരമാണ്. നിർബന്ധമായിട്ടും ബോധപൂർവം, വിവേകപൂർവം, കൗശലപൂർവം ഈ 21 ദിവസം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക, നേട്ടങ്ങൾ നേടുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.